ധ്യാനത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വൈദ്യുതി മേഖലയിലെ ചില വിഷയങ്ങളുമായാണ്. നിങ്ങൾക്കറിയാം, കേരളം ഇപ്പോൾ നേരിടുന്ന ഒരു കാലാവസ്ഥ ഏറ്റവും കടുത്ത ചൂടാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് പോലും വൈദ്യുതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ വൈദ്യുതി തടസ്സം നേരിടുന്ന അവസ്ഥയിലൊക്കെ ഒരു വിഭാഗം ജനങ്ങൾ, മുഴുവൻ ആൾക്കാരും അങ്ങനെയല്ല, ഒരു വിഭാഗം ജനങ്ങൾ വൈദ്യുതി ഓഫീസുകളിൽ കടന്നു വരികയും വൈദ്യുതി ജീവനക്കാരെ ആക്രമിക്കുകയും വൈദ്യുതി ഓഫീസുകൾ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തടസ്സത്തിന് കാരണം ജീവനക്കാരെന്നുള്ള ധാരണയിലാണ് അവർ ഈ ഓഫീസുകളിൽ മാതിരി പ്രവൃത്തികൾ ചെയ്യുന്നത്. ഹലാൽ ഇപ്പോൾ വൈദ്യുതി തടസ്സം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഈ തടസ്സത്തിനൊക്കെ കാരണക്കാർ നമ്മുടെ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെന്ന ധാരണയിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ ഓഫീസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ വൈദ്യുതി തടസ്സം നേരിടുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിക്കണം. ഇത് യഥാർത്ഥത്തിൽ വൈദ്യുത തടസ്സത്തിൻ്റെ ഉത്തരവാദികൾ തൊഴിലാളികളല്ല. തൊഴിലാളികളോ ഓഫീസർമാരുടെ പ്രവർത്തന വൈകല്യം കൊണ്ട് എങ്ങും വൈദ്യുതി പോകുന്നില്ല. വളരെ പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കാനാണ് തൊഴിലാളികളും ഓഫീസർമാരും KSEBയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒട്ടേറെ ഉദാഹരണം പറയാൻ കഴിയും. ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള വൈദ്യുതി യൂട്ടിലിറ്റിയാണ് KSEB. ഏറ്റവും കാര്യക്ഷമതയുള്ള തൊഴിലാളികളും ഓഫീസർമാരുമുള്ള സ്ഥാപനം. അത് നമ്മൾ വളരെ പല തവണ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രളയം വന്ന സമയത്ത് നമുക്കറിയാം 25 ലക്ഷം ജനങ്ങളുടെ കണക്ഷനാണ് പോയത്. ആയിരക്കണക്കിന് ട്രാൻസ്ഫോർമർ ലൈനും ഒലിച്ചുപോയി. നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മിഷൻ റീകണക്ട് എന്ന പ്രോജക്റ്റിലൂടെ വൈദ്യുതി പുനഃസ്ഥാപിച്ച് ഇന്ത്യയിൽ തന്നെ അത്ഭുതം സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി നമ്മളിത് ഈ കാര്യക്ഷമത തെളിയിച്ചിട്ടുണ്ട്. ഒന്ന്, ഓക്കി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് നമ്മളിത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ചെന്നൈ പ്രളയത്തിന് ചെന്നൈ നഗരത്തിലാകെ വൈദ്യുതി പോയ സമയത്ത് 84,000 ജീവനക്കാരുള്ള TNEBക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. 30,000-ൽ പരം കരാർ തൊഴിലാളി അവിടെ ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള വൈദ്യുത തൊഴിലാളികളിലൂടെ പോയി സഹായിച്ചിട്ടാണ് പൂർണ്ണമായി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത്. ഒറീസയിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോഴും കേരളത്തിൽ നിന്ന് ടാക്സ് ഫോഴ്സ് പോകുന്നത് പോലെ KSEB തൊഴിലാളികളും ഓഫീസർമാരും പോയി വൈദ്യുതി പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വളരെ കാര്യക്ഷമതയോടും ആത്മാർത്ഥതയോടും തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ഓഫീസർമാരാണ് KSEBയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ പ്രതികരണം ശരിയായ നിലയിലല്ല. ജനം വളരെ ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, ഇപ്പോൾ കാലാവസ്ഥ വിഭാഗം, അതോടൊപ്പം ആരോഗ്യ വകുപ്പ്, ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നതാണ്, കേരളത്തിൽ 11 മണി കഴിഞ്ഞ് ജനം നേരിട്ട് വെയിൽ കൊള്ളുന്ന ഇല്ലെങ്കിൽ വെയിലേക്കുന്ന സ്ഥിതി വരരുത്, നിങ്ങൾ പുറത്തോട്ട് പോകരുത് എന്നാണ്. അല്ലെങ്കിൽ കുട ഉപയോഗിച്ച് പോകാവൂ, നേരിട്ട് വെയിലേക്കരുത്. 3 മണി കഴിഞ്ഞേ ചെയ്യാവൂ. ഇത് തൊഴിൽ മേഖലയിലെല്ലാം സമയക്രമം തന്നെ ചിട്ടപ്പെടുത്തി ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട്. പക്ഷേ KSEB തൊഴിലാളി ഈ സമയത്ത് 1 മണിക്കും 2 മണിക്കുമൊക്കെ നമ്മുടെ ലൈനിൽ ഉരുകിത്തിളച്ച അയൺ ചാനലിൻ്റെ പുറത്തിരുന്ന് തൊഴിലെടുക്കുകയാണ്. ഒരു തടസ്സവും ഇല്ലാതെ, ഒരു കുടയുമില്ലാതെ വെയിലേറ്റുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഈ ഉഷ്ണത്തിനെ അതിജീവിക്കുവാൻ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ജനം അവരുടെ അനുകമ്പയോടു കൂടിയാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ. പക്ഷേ ഇപ്പോൾ വൈദ്യുതി തടസ്സത്തിന് മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ട്. അത് ബോർഡ് മാനേജ്മെൻറ്റിൻ്റെ ശാസ്ത്രീയമായ നിലപാടില്ലായ്മ, ശ്രദ്ധക്കുറവ് ചൂണ്ടിക്കാണിച്ചിട്ടും കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ പോരായ്മയുണ്ട്. അത് തൊഴിലാളി ഓഫീസർമാരുടെയും കുഴപ്പമില്ല. ഹലാലിലൂടെ സൂചിപ്പിച്ചു, ഈ വൈദ്യുതി തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരുന്നു എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് വീഴ്ച ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഈ തടസ്സം വരാതിരിക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ടിയിരുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഇതര തൊഴിൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി KSEBയിലെ ട്രേഡ് യൂണിയനുകളും ഓഫീസർ സംഘടനയ്ക്കും സ്വന്തമായി റിസർച്ച് വിഭാഗമുള്ള സംഘടനകളാണ്. കേരളത്തിലൊരു തൊഴിൽ മേഖല എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അന്വേഷണത്തിലില്ല. കാര്യം ഇവിടെ ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയിട്ട് ആളുകളാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ വേണം, ഇല്ലേ സിസ്റ്റത്തിൻ്റെ മോഡിഫിക്കേഷൻ എങ്ങനെ ആയിരിക്കണം, ഭാവിയിൽ KSEB എങ്ങനെ ആയിരിക്കണം, അടുത്തൊരു 25 വർഷത്തേക്ക് ജനങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ച് KSEB എങ്ങനെ ചിട്ടപ്പെടുത്താം, ഈ രൂപത്തിലെ പഠനം നടത്തി
കാലാകാലങ്ങളിൽ ബോർഡ് മാനേജ്മെൻറ്റിന് പ്രപ്പോസൽ കൊടുക്കുന്നത് ഇതിനകത്തെ ട്രേഡ് യൂണിയനും ഓഫീസർ സംഘടനയും തന്നെയാണ്. അത് നിസ്സംശയം പറയാൻ കഴിയും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കൊടുത്തിരുന്നതാണ്. എന്താണ്? ക്രമാതീതമായ ചൂട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരികയാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു? എല്ലാ വീടുകളിലും AC സെറ്റ് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഒരാൾക്ക് AC വെക്കാൻ മാർഗമില്ലെങ്കിൽ പോലും ഷോപ്പുകളിൽ നിന്ന് സീറോ ഇൻട്രസ്റ്റ് ഇല്ല ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലൊക്കെ ദ്രുതഗതിയിൽ AC സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ അടുക്കളയിലെ എല്ലാ ഉപയോഗവും വൈദ്യുതിയിലേക്ക് മാറിക്കഴിഞ്ഞു കേരളത്തിൽ. അപ്പോൾ വൈദ്യുതി ഇല്ലാതെ കഴിയില്ല എന്നൊരവസ്ഥ, കൂടുതൽ വൈദ്യുതിയുടെ ആവശ്യം വരുന്നു. അങ്ങനെ ആവശ്യം വരുമ്പോൾ വൈദ്യുതി ഏത് സോഴ്സിൽ നിന്ന് വാങ്ങി ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നാലും നമുക്ക് വൈദ്യുതി വിതരണം ചെയ്യാനുള്ള ശൃംഖല നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ വൈദ്യുതിയുടെ ഈ സോഴ്സും ലഭ്യതക്കുറവൊക്കെ മറ്റൊരു വീഡിയോ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ജനം എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു, അതിൽ ബോർഡിൻ്റെ വീഴ്ച സംബന്ധിച്ച് ലാലു പറഞ്ഞതുകൊണ്ടാണ് അതിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നെറ്റ്വർക്കിന് പ്രസക്തിയുണ്ട്. കൊണ്ടുവരുന്ന വൈദ്യുതിയെ വീടുകളിലേക്ക് എത്തിക്കുക, ഉപഭോക്താവിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെ മീഡിയമായ നെറ്റ്വർക്കിന് പ്രസക്തിയുണ്ട്. അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ 11 kV ഫീഡറുകൾ ഓവർലോഡിങ് ആയി വരുന്നു. സബ്സ്റ്റേഷൻ ഓവർലോഡാകുന്നു, സ്റ്റേഷനുകൾ ഓവർലോഡാകുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ ഓവർലോഡായി മാത്രമല്ല, ലോഡ് താങ്ങാതെ കത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം നിരവധി ട്രാൻസ്ഫോർമറുകൾ കത്തിപ്പോവുകയാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമറിൽ ലഭ്യമല്ലാത്തൊരവസ്ഥ നിൽക്കുന്നു. അപ്പോൾ നോ ലോഡിൽ എവിടെയെങ്കിലും ട്രാൻസ്ഫോർമർ ഇരുന്നാൽ അതെടുത്തുകൊണ്ട് വന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഗതികേടിലേക്ക് KSEB പോവുകയാണ്. ഇതൊന്നും വരില്ലായിരുന്നു ഈ വ്യവസായത്തിൽ തൊഴിലാളികളും ഓഫീസർ സംഘടനകളും ഇതൊക്കെ മുൻകൂട്ടി കണ്ട് പറഞ്ഞതാണ്. എല്ലാവരും ലാലു അടക്കം ഓർക്കുന്നുണ്ടാവും, കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു എന്താണ്? RDSS പ്രോജക്റ്റ്, റീവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം എന്ന നിലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി 12,000 കോടി രൂപ നമ്മുടെ കേരളത്തിൽ വിനിയോഗിച്ച് KSEBയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ്. അന്ന് ഈ വൈദ്യുത ബോർഡിൻ്റെ തലവനായി ഒരു CMD ഉണ്ടായിരുന്നു, ഒരു പവർ സെക്രട്ടറി ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുൻകൈയിൽ ബോർഡ് മാനേജ്മെൻ്റ് എടുത്തത് ഈ പ്രോജക്റ്റ് എങ്ങനെ ചെയ്യണം എന്ന തരത്തിൽ KSEBയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ സംഘടനകളും ഓഫീസർ സംഘടനകളും നിർദ്ദേശം സമർപ്പിച്ചു. പക്ഷേ ഇതെല്ലാം ഇരുട്ടിൻ്റെ മറവിൽ നിർത്തിക്കൊണ്ട് അവർ പ്ലാൻ ചെയ്തത് ആ 12,000 കോടിയിൽ 8,200 കോടി രൂപ ഉപയോഗിക്കാൻ ശ്രമിച്ചത് സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു. 3,800 കോടി രൂപ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി എത്തിച്ചു കൊടുക്കാനുള്ള ശൃംഖലാ നവീകരണത്തിന് വിനിയോഗിക്കാൻ തീരുമാനിച്ചത്. 3,800 കോടി. ഇതന്ന് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? ഇപ്പം മീഡിയയൊക്കെ ആ വിഷയം വിട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് മീഡിയയോടൊക്കെ നമ്മളിതൊക്കെ പറയുമ്പോൾ പോലും അവരുമെല്ലാം തന്നെ ഈ പറഞ്ഞ അന്നത്തെ CMD എടുത്ത നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും ചർച്ച സംഘടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത്തരം ആളുകൾ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള നിലയിൽ അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കാര്യം കോടികളുടെ സബ്സിഡി നഷ്ടപ്പെടുത്താൻ പോകുന്നു എന്നായിരുന്നു ആരോപണം. യഥാർത്ഥത്തിൽ എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ശൃംഖലാ നവീകരണത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് 60% സബ്സിഡി നൽകാൻ തീരുമാനിച്ചത്. അതിനായിരുന്നു കൂടുതൽ തുക വെച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഇപ്പോൾ വരില്ലായിരുന്നു. സ്മാർട്ട് മീറ്ററിന് കേവലം 15% സബ്സിഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ താല്പര്യത്തോടു കൂടി ഈ പർച്ചേസ് ലക്ഷ്യമിട്ടുകൊണ്ട് സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമാകുന്ന സ്മാർട്ട് മീറ്റർ ടോടെക്സ് മോഡൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കാനാണ് അന്നത്തെ മാനേജ്മെൻറ്റ് 8,200 കോടി നീക്കിവെച്ചത്. ജനങ്ങൾക്ക് വൈദ്യുതി തടസ്സമില്ലാതെ ഉറപ്പുവരുത്തുന്ന നെറ്റ്വർക്ക് സംവിധാനം പരിഷ്കരിക്കുന്ന ഈ പറഞ്ഞ ശൃംഖലാ നവീകരണത്തിന് കേവലം 3,800 കോടി ആണ് ചെയ്തത്. സബ്സിഡി അവിടെ 60% കിട്ടുമായിരുന്നു. അപ്പോൾ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. KSEBയെ തകർക്കുക, കേന്ദ്രം ആഗ്രഹിക്കുന്ന രൂപത്തിൽ KSEBയെ മാറ്റിയെടുക്കുക. അതായത് BJPയുടെ സ്വകാര്യവൽക്കരണ അനുകൂല പദ്ധതി ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു ഏജൻറ്റിൻ്റെ രൂപത്തിലുള്ള പ്രവർത്തനമാണ് അന്നത്തെ മാനേജ്മെൻറ്റ് നടത്തിയത്. അതാണ് ഇപ്പോഴത്തെ ദുരന്തത്തിൻ്റെ കാരണം. യഥാർത്ഥത്തിൽ അന്ന് സ്മാർട്ട് മീറ്റർ പദ്ധതിക്ക് പകരം കൂടുതൽ തുക ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ സിംഗിൾ സർക്യൂട്ട് 11 kV ഫീഡറുകൾ ഡബിൾ സർക്യൂട്ടാക്കാമായിരുന്നു.
33 kV സബ്സ്റ്റേഷനെല്ലാം 66ഉം 66 110 110 220 ഒക്കെ ആയി നമുക്ക് അതിൻ്റെ സബ്സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ, വീടുകളുടെ ലോഡ് കൂടി വരുന്നതനുസരിച്ച് അടുത്തടുത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഫ്യൂസ് പോകാത്ത രൂപത്തിൽ കറണ്ട് അവർക്ക് കൊടുക്കാമായിരുന്നു. ഇതൊന്നുമല്ല ചെയ്തത്. ഇപ്പോൾ ഇത് ചെയ്യാത്തതിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ 11 kV ലൈനുകൾ ട്രിപ്പ് ചെയ്യുന്നു, സ്റ്റേഷൻ ട്രിപ്പ് ചെയ്യുന്നു, ട്രാൻസ്ഫോർമറുകൾ കത്തിപ്പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വൈദ്യുത തടസ്സത്തിൻ്റെ കുഴപ്പമെല്ലാം തൊഴിലാളികളും ഓഫീസറുടെയും കുഴപ്പമാണെന്ന നിലയിൽ ജനം അവരെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് മാറി എന്നുള്ളതാണ് വസ്തുത. ഇനിയെങ്കിലും KSEB ഇത് മാറേണ്ടതാണ്. ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി, സ്വകാര്യവൽക്കരണാനുകൂല സ്മാർട്ട് മീറ്റർ പദ്ധതിക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധവും പോരാട്ടം നടന്നു. ജനങ്ങളാകെ അതിന് സഹകരിച്ചു, ജനപ്രതിനിധികൾ സഹകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ വിഷയത്തിൽ ഇടപെട്ടു. എന്നും പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നിലയിൽ ആ ഗവൺമെൻറ് ഇടപെടുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് അവിടെ ടോട്ടക്സ് മോഡൽ സ്വകാര്യവൽക്കരണാനുകൂല സ്മാർട്ട് മീറ്റർ പദ്ധതി വേണ്ട, പൊതുമേഖലയിൽ ആദ്യം HT കൺസ്യൂമറുകൾക്ക് സ്ഥാപിച്ചുകൊണ്ട് ഏകദേശം 3.5 ലക്ഷം വരുന്ന അത്തരം കണക്ഷനുകൾ ആദ്യം നിങ്ങൾ ചെയ്യൂ എന്ന നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ പ്രോജക്റ്റ് മാറ്റി ചെയ്യുവാൻ നിർദ്ദേശിച്ചു. ആ പൊതുമേഖലയിൽ വരേണ്ട സ്മാർട്ട് മീറ്റർ പദ്ധതിയും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പോൾ ബാക്കി വരുന്ന തുക പ്രോജക്റ്റ് മാറ്റി നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണമായിരുന്നു. അതിനകത്തും നമുക്കിപ്പോൾ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ സംഘടനകളെല്ലാം സമരം ചെയ്ത് ഇതിൻ്റെ സബ്സിഡി നഷ്ടപ്പെടുത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ സംഘടനകൾ കൊടുത്ത ബദൽ പ്രോജക്റ്റ് സ്മാർട്ട് മീറ്ററിൻ്റെ അടക്കം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുകയും കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി തന്നെ ഈ ബദൽ പ്രോജക്റ്റിന് സബ്സിഡി തരാമെന്ന് അംഗീകരിച്ച് കത്ത് വന്നിട്ട് മാസം 8 കഴിഞ്ഞു ഇപ്പോൾ. പക്ഷേ ആ പ്രോജക്റ്റുകളിലേക്ക് നീങ്ങാതെ പോവാണ്. അപ്പോൾ ബോർഡ് മാനേജ്മെൻറ്റിൻ്റെ ഇതിനകത്ത് വീഴ്ച നിഴലിച്ച് നിൽക്കുന്നുവെന്ന് കാണാതിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഇവിടെ ഗവൺമെൻറ് അതിനകത്ത് ഇടപെടും. നിലവിൽ ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി പൊതുമേഖലയിൽ കൊണ്ടുവരുന്ന കാര്യത്തിലും ഇത് തന്നെയാണ്. നമ്മളൊന്ന് കാണേണ്ടത്, കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യകത ഇനിയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ദ്രുതഗതിയിൽ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളായി കൺവേർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഇവയൊക്കെ ചാർജ് ചെയ്യാൻ നമ്മൾ കറണ്ട് കൊടുക്കണം. കറണ്ട് കൊടുക്കേണ്ട സ്ഥാപനം KSEB ആണ്. അതിനുള്ള പ്ലാൻ കണ്ടെത്തണം, അതിനുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തണം. അത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ഗൗരവപൂർവവും സമയബന്ധിതവുമായി ബോർഡ് മാനേജ്മെൻറ്റ് എടുത്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ. അന്ന് ആ CMD പോയെങ്കിലും ഇപ്പോഴും പുറത്തുനിന്ന് ഇതിനകത്തുള്ള മാനേജ്മെൻറ്റിലെ ചില ആളുകളെ ഉപയോഗിച്ച് ഈ KSEBയുടെ പ്രവർത്തനം സുഗമമായി പോകുന്ന കാര്യത്തിൽ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയും വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ജനം സഹിഷ്ണുതയോടുകൂടി ഈ കടുത്ത വേനലിലും തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ഓഫീസർമാരോടും സഹകരിക്കേണ്ടതുണ്ട്. കഴിവിൻ്റെ അപ്പുറത്ത് നിന്നാണ് ഈ കാര്യം ചെയ്യുന്നത്. മറ്റൊരു കാരണം, കഴിഞ്ഞ വർഷങ്ങളിൽ KSEBയുടെ റിട്ടയർമെൻറ്റ് വളരെ കൂടുതലാണ്. ആയിരക്കണക്കിന് പേര് റിട്ടയർ ചെയ്ത് പോകുന്നതിനനുസരിച്ച് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാതെ ഇരിക്കുന്നത് മൂലം വർക്ക് ഫോഴ്സിൽ വന്ന കുറവ് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ശക്തമായി ബാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തെങ്കിലേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അവിടെയും നമ്മൾ വേണ്ട ഒരു ഇടപെടലിൻ്റെ സാഹചര്യം വരികയാണ്. കൂടാതെ മൺസൂൺ വരികയാണ്. മൺസൂൺ നമ്മുടെ പടിവാതിക്കലെത്തി. നാം ഇപ്പോൾ സംസാരിക്കുന്നത് ഈ പറഞ്ഞ മെയ് 1 നമ്മൾ മെയ് 1 കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ 1 മാസത്തിനുള്ളിൽ മൺസൂൺ വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെങ്കിൽ അടിയന്തര സ്വഭാവത്തിൽ അത്യാവശ്യം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ബോർഡ് മാനേജ്മെൻറ്റ് ശ്രദ്ധ കുറവ് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരുടെ കുറവിന് താൽക്കാലികമായിട്ടെങ്കിലും ജീവനക്കാരെ എടുത്തുകൊണ്ട് നമുക്കിത് പരിഹരിച്ച് ജനങ്ങൾക്ക് കറണ്ട് കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. പ്രകൃതിയുടെ വികൃതി കൂടെ വന്നാൽ നമുക്ക് ദുരന്തം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഭയപ്പാടോടുകൂടിയാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ പ്രവർത്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം KSEBയിൽ ഉള്ളത് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിലൊക്കെ അടിയന്തരമായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ
നമുക്ക് ഈ കാര്യം മെച്ചപ്പെടുത്തി നമ്മുടെ മുൻകാലമായുള്ള അഭിമാനം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട തൊഴിലാളികളുള്ള സ്ഥാപനമെന്ന് പറയുമ്പോൾ മെച്ചപ്പെട്ട തൊഴിലാളിയുടെ വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം ഒരു ഘടകമാണ്, അതിന് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഒരു ഘടകമാണ്, അതിൻ്റെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തലൊരു ഘടകമാണ്. ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ കഴിയുന്നത്. കേരളത്തിലെ കൺസ്യൂമേഴ്സിന് ഇടതടവില്ലാതെ വൈദ്യുതി കൊടുക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളം ഇന്ത്യക്ക് മാതൃകയായി ലോഡ് ഷെഡിംഗ് ഇല്ലാതെ ഒരു നിമിഷം പോലും ഇത്രയും കടുത്ത വേനൽ വന്നിട്ടും വൈദ്യുതി മാർക്കറ്റിൽ ലഭ്യമല്ലാതിരുന്നിട്ട് കൂടിയ വിലയ്ക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടുമ്പോൾ അതിനനുസരിച്ചൊരു പ്രവർത്തനം KSEB മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. ഇടതുപക്ഷ നയമാണ് KSEBയിൽ നടപ്പിലാകേണ്ടത്. നിർഭാഗ്യവശാൽ ടോപ്പ് മാനേജ്മെൻറ്റ് ഇടതുപക്ഷ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ പോരായ്മകൾ ഈ രംഗത്തുണ്ട്. വൈദ്യുതി തടസ്സം നേരിടുന്നത് ജീവനക്കാരുടെ വിഷയം കൊണ്ടല്ല, മറിച്ച് ശൃംഖലാ നവീകരണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ശാലാൽ അതൊക്കെ തന്നെ ഇവിടെ വിശദീകരിച്ചു. അപ്പം നമ്മളെല്ലാവരും ഓരോ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നവരാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ രാവിലെ നമ്മുടെ കുടുംബത്തോട് യാത്ര പറഞ്ഞ് നമ്മൾ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ മറ്റെല്ലാ തൊഴിലിനെയും അപേക്ഷിച്ച് വൈദ്യുതി മേഖലയായിട്ട് നോക്കുമ്പോൾ മറ്റ് തൊഴിലുകളെ സംബന്ധിച്ച് നമുക്കൊരു പിഴവുണ്ടായാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്നത് ഒരു മെമ്മോ തരികയോ ഒരു സസ്പെൻഷൻ നേടുകയോ ചെയ്യേണ്ടതാണ്. വൈദ്യുതി മേഖലയിൽ അങ്ങനെയല്ല. കടുത്ത വെയിലെന്നോ മഴയെന്നോ നോക്കാതെ ജോലിയിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണവർ. അവർക്കൊരു പിഴവ് സംഭവിച്ചാൽ നഷ്ടപ്പെടുന്നത് അവരുടെ ജീവനാണ്. അങ്ങനെ ജീവൻ പോലും നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ മേഖലയിലെ തൊഴിലാളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് നേരെയാണ് ഒരു വിഭാഗം ജനങ്ങൾ ആക്രമണങ്ങൾ അയച്ചുവിടുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്യുന്നത്. ഈ പ്രവൃത്തികൾ മാനസികമായി അവരെ ബാധിച്ചുകൊണ്ട് തുടർന്നും ജോലിയിൽ ഏർപ്പെടുന്നത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. അവരോട് അക്രമം കാണിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ്. അതുകൊണ്ട് ഇമാതിരി പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾ പിന്തിരിയണമെന്നും പരിമിതമായ ജോലിക്കാരെ വെച്ചുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന തൊഴിലാളികളോട് സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ നന്ദി, നമസ്കാരം.